ഹായ് ഡിവൈൻ സോൾസ് ഇൻഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഈ 2025 നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബി പോസിറ്റീവ്, ഏസ് ഓഫ് വാൻസ്, ദ ഹാങ്ഡ് മാൻ, ദ ചാരിയറ്റ്, the Knight of Wands, the Justice card, the Empress, the Queen of Cups, Ten of Cups. എല്ലാ കാർഡ്സുകളും ദ പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക്. നമുക്ക് നോക്കണം, എല്ലാ കാർഡ്സുകളും പോസിറ്റീവ് കാർഡ്സുകളാണ്. ഈസ് ഓഫ് വാൺസ് ആണ്, വിക്ടറി, സക്സസ്, ന്യൂ ബിഗിനിങ് ഒക്കെ നമ്മളിലേക്ക് വരുന്നു. ദ ഹാങ്ഡ് മാൻ, ഇപ്പോൾ നിങ്ങൾ ഏത് സിറ്റുവേഷൻ ആയിരുന്നാലും ആ സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്കൊരു സഡൻ ചേഞ്ചസ് ഉണ്ടാകുന്നതാണ്. അതേസമയം നിങ്ങളൊന്ന് പേഷ്യൻ്റ് ആയിട്ടിരിക്കണമെന്ന് മാത്രമാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ചാരിയറ്റ് കാർഡാണ്, ബാലൻസിങ്ങിന്റെ കാർഡാണ്. നല്ലൊരു ജേർണി കാണുന്നുണ്ട്, അതും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ജേർണിയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സഫലമാകാൻ പോകുന്നു എന്നുള്ള ഒരു ഇൻഡിക്കേഷനാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ക്വീൻ ഓഫ് കപ്സ് ആണ്, ഇമോഷണൽ ബാലൻസ് ഉണ്ടാകുന്ന സമയം, ലവ് ആൻഡ് റിലേഷൻഷിപ്പിൽ നല്ല ബോണ്ടിങ് ഉണ്ടാകുന്ന സമയം, ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെന്റ് ആണ്. ആക്ഷൻ എടുക്കേണ്ട സമയമാണ് ഇപ്പോഴെന്നാണ് പറയുന്നത്. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏത് കാര്യങ്ങളിലാണെങ്കിലും ഉടൻ തന്നെ നിങ്ങൾ ആക്ഷൻ എടുക്കണം എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ജസ്റ്റിസ് കാർഡാണ്, നിങ്ങൾക്ക് ന്യായം കിട്ടുന്ന സമയം. കോർട്ട് കേസ് അങ്ങനെയുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ഏതെങ്കിലും സിറ്റുവേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉടൻ തന്നെ ജസ്റ്റിസ് കിട്ടും എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ ഏത് സിറ്റുവേഷനിലായിരുന്നാലും നിങ്ങൾ ചെയ്ത പ്രവർത്തിക്ക് നിങ്ങൾക്ക് റിവാർഡ് കിട്ടുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. നല്ലൊരു കെയറിങ്ങിന്റെ സമയം, നിങ്ങൾക്കൊരു പ്രൊമോഷൻ, ന്യൂ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം കിട്ടുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ലൈഫിൽ നല്ലൊരു പദവിയിലേക്ക് നിങ്ങൾ ഉയരുന്ന ഒരു സമയമായിട്ട് കാർഡ് സൂചിപ്പിക്കുന്നുണ്ട്. അറ്റ് ലാസ്റ്റ് 10 ഓഫ് കപ്സ് ആണ്. എല്ലാം കൂടി നമ്മൾ നോക്കുമ്പോൾ സെലിബ്രേഷന്റെ കാർഡ്, ഗെറ്റ് ടുഗദർ, ഫാമിലി ഫ്രണ്ട്സുമായിട്ടൊരു നല്ല ഒരു മൊമെന്റ് നിങ്ങൾ എൻജോയ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വർഷം കംപ്ലീറ്റ് സക്സസ്, വിക്ടറി ആണ്. അപ്പം നിങ്ങളോട് പറയുന്നത് കുറച്ചൊന്ന് പേഷ്യൻ്റ് ആയിട്ടിരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ബാലൻസിങ്ങിന്റെ ആവശ്യമുണ്ട്, ആക്ഷൻ എടുക്കേണ്ട സമയമാണെന്നുമാണ് ഈ കാർഡുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങളിലേക്ക് ന്യൂ ജോബ്, ന്യൂ ബിഗിനിങ്, പ്രൊമോഷൻ, ഇമോഷണൽ ബാലൻസ്, ലവ് ആൻഡ് റിലേഷൻഷിപ്പിൽ സക്സസ്, നല്ല ഒരു സെലിബ്രേഷൻ, വിക്ടറി ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. റീഡിങ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റെസനേറ്റ് ആവുന്നവർ പോസിറ്റീവായിട്ട് എടുക്കുക. താങ്ക് യു.